ഗുഡ് ഈവനിങ്. VBSന്റെ 4ാം ദിവസത്തിലേക്ക്, സമാപന ദിവസത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണല്ലോ. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ 3 ആക്ഷൻ സോങ്സ് നമുക്ക് പഠിക്കുവാനായിട്ട് സാധിച്ചു. ഇന്ന് പഠിക്കുന്നത് വളരെ സിമ്പിളായ, എല്ലാവർക്കും പരിചയമുള്ള, നമ്മൾ പഠിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായ ഒരു ചെറിയ പാട്ടാണ്. അതുകൊണ്ടൊരു ആക്ഷൻ സോങ് അത് പഠിപ്പിക്കേണ്ട ആവശ്യം ഇല്ല. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കെല്ലാം മനസ്സിലാകും. അപ്പോൾ അതോടൊപ്പം ഞാൻ ചിന്തിക്കുന്നത്, കഴിഞ്ഞ 3 ദിവസവും പഠിച്ച ആക്ഷൻ സോങ്സ്, ഇന്ന് കാണിക്കുവാൻ ഉദ്ദേശിക്കുന്ന ആക്ഷൻ സോങ്ങും, 4 ആക്ഷൻ സോങ്സും ഒരുമിച്ച് ഒന്ന് കാണുവാനായിട്ട്, വീഡിയോയിലൂടെ കാണുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. കാണാത്ത പോയവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുവാനും വീണ്ടും ഒന്നുകൂടി കണ്ടു പഠിക്കുവാനും അത് ഉപകരിക്കും എന്ന് സഹായിക്കും എന്ന് വിശ്വസിക്കുകയും ചെയ്യും. അതിനു മുമ്പായി ഒരു വാക്ക് ഞാൻ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. എന്നെ ഈ കർത്തവ്യം ഏൽപ്പിച്ച സൺഡേ സ്കൂൾ സൂപ്രണ്ടന്റ് ജാനറ്റ് ഫിലിപ്പിനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ സമയം ഞാൻ പറയുകയാണ്. അതോടൊപ്പം ഇതിന്റെ VBSന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും, ടീച്ചേഴ്സ്, കോർഡിനേറ്റേഴ്സ്, ഇതിന്റെ മറ്റ് പ്രോഗ്രാം ചെയ്തിട്ടുള്ള എല്ലാവരോടുമുള്ള നന്ദി. പ്രത്യേകിച്ച് ജോസഫ് കോശി, ജെഫ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് സഹായിച്ചു. അവരോടുള്ള നന്ദിയും ഞാൻ രേഖപ്പെടുത്തുന്നു. ഇതിനെ സമ്മതിച്ച, അനുവാദം തന്ന പ്രിയപ്പെട്ട അച്ഛനോടും കുടുംബത്തോടുമുള്ള നന്ദിയും. കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്ന് കാണുവാൻ ആയിട്ട് ഉള്ള പ്രിയപ്പെട്ടവരോടും എല്ലാവരോടും, നിങ്ങൾ കണ്ടതിനും പഠിച്ചതിനും അനേകം പേർ പ്രോത്സാഹനം തന്നതിന് ഉള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇപ്പോൾ വീഡിയോ പ്ലേ ചെയ്യുന്നതായിരിക്കും. I am in and out and up and down and happy all the time. I am in and out and up and down and happy all the time. I am in and out and up and down and happy all the time. I am in and out and up and down and happy all the time. When Jesus Christ came in and cleansed my heart from sin, I am in and out and up and down and happy all the time. When Jesus Christ came in and cleansed my heart from sin, I am in and out and up and down and happy all the time. Don't cry, Shosha Mami. Don't cry, Toma Chaya. Don't cry, Shosha Mami. Don't cry, Toma Chaya. നിന്നെ കാണാൻ യേശുവുണ്ട്, സങ്കടം മാറ്റാൻ അരികിലുണ്ട്. നിന്നെ കാണാൻ യേശുവുണ്ട്, സങ്കടം മാറ്റാൻ അരികിലുണ്ട്. Don't cry, Chinnamami. Don't cry, Mattichaya. Don't cry, Chinnamami. Don't cry, Mattichaya. നിന്നെ കാണാൻ യേശുവുണ്ട്, സങ്കടം മാറ്റാൻ അരികിലുണ്ട്. നിന്നെ കാണാൻ യേശുവുണ്ട്, സങ്കടം മാറ്റാൻ അരികിലുണ്ട്. Don't cry, ദൈവ പൈതലേ. Don't cry, ദൈവ പൈതലേ. നമ്മെ കാണാൻ യേശുവുണ്ട്, സങ്കടം മാറ്റാൻ അരികിലുണ്ട്. നമ്മെ കാണാൻ യേശുവുണ്ട്, സങ്കടം മാറ്റാൻ അരികിലുണ്ട്. നമ്മെ കാണാൻ യേശുവുണ്ട്, സങ്കടം മാറ്റാൻ അരികിലുണ്ട്. നമ്മെ കാണാൻ യേശുവുണ്ട്, സങ്കടം മാറ്റാൻ അരികിലുണ്ട്.
യേശുവിന് നന്ദി ചൊല്ലിയോ, യേശുവിന് നന്ദി ചൊല്ലിയോ. രാവും പകലും കാത്തു നമ്മെ കൂടെ നിന്നു വഴി നടത്തും യേശുവിന് നന്ദി ചൊല്ലിയോ. ലാല രാവും പകലും കാത്തു നമ്മെ കൂടെ നിന്നു വഴി നടത്തും യേശുവിന് നന്ദി ചൊല്ലിയോ. യേശുവേ യേശുവേ നന്ദി നന്ദി യേശുവേ, കോടിക്കോടി നന്ദി യേശുവേ. യേശുവേ യേശുവേ നന്ദി നന്ദി യേശുവേ, കോടിക്കോടി നന്ദി യേശുവേ. യേശുവിന് നന്ദി ചൊല്ലിയോ, യേശുവിന് നന്ദി ചൊല്ലിയോ. അപ്പനെയും അമ്മയെയും സ്വന്തം വീടും തന്നതിന് യേശുവിന് നന്ദി ചൊല്ലിയോ. ലാല അപ്പനെയും അമ്മയെയും സ്വന്തം വീടും തന്നതിന് യേശുവിന് നന്ദി ചൊല്ലിയോ. യേശുവേ യേശുവേ നന്ദി നന്ദി യേശുവേ, കോടിക്കോടി നന്ദി യേശുവേ. യേശുവേ യേശുവേ നന്ദി നന്ദി യേശുവേ, കോടിക്കോടി നന്ദി യേശുവേ. യേശുവിന് നന്ദി ചൊല്ലിയോ, യേശുവിന് നന്ദി ചൊല്ലിയോ. ഉണ്ണുവാനും ഉടുക്കുവാനും വേണ്ടുവോളം തന്നതിന് യേശുവിന് നന്ദി ചൊല്ലിയോ. ലാല ഉണ്ണുവാനും ഉടുക്കുവാനും വേണ്ടുവോളം തന്നതിന് യേശുവിന് നന്ദി ചൊല്ലിയോ. യേശുവേ യേശുവേ നന്ദി നന്ദി യേശുവേ, കോടിക്കോടി നന്ദി യേശുവേ. യേശുവേ യേശുവേ നന്ദി നന്ദി യേശുവേ, കോടിക്കോടി നന്ദി യേശുവേ. യേശുവിന് നന്ദി ചൊല്ലിയോ, യേശുവിന് നന്ദി ചൊല്ലിയോ. നല്ല പോലെ പഠിക്കുവാനും ആരോഗ്യം തന്നതിനും യേശുവിന് നന്ദി ചൊല്ലിയോ. ലാല നല്ല പോലെ പഠിക്കുവാനും ആരോഗ്യം തന്നതിനും യേശുവിന് നന്ദി ചൊല്ലിയോ. യേശുവേ യേശുവേ നന്ദി നന്ദി യേശുവേ, കോടിക്കോടി നന്ദി യേശുവേ. യേശുവേ യേശുവേ നന്ദി നന്ദി യേശുവേ, കോടിക്കോടി നന്ദി യേശുവേ. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ജീസസ്. ലവ് യു ലവ് യു ലവ് യു ലവ് യു ജീസസ്. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ജീസസ്. ലവ് യു ലവ് യു ലവ് യു ലവ് യു ജീസസ്. അമ്പട ഹമ്പട ഹോ ഹോ ഹോ, അമ്പട ഹമ്പട ഹേ ഹേ ഹേ. അമ്പട ഹമ്പട വീരൻ കോമള രൂപിയാം പൊന്മകൻ, നീല നീലാംഗികാരൻ പൊട്ടക്കുഴിയിൽ വീണവൻ. അമ്പട ഹമ്പട വീരൻ കോമള രൂപിയാം പൊന്മകൻ, നീല നീലാംഗികാരൻ പൊട്ടക്കുഴിയിൽ വീണവൻ. ഇസ്മായേലിർക്കു വിറ്റവൻ, 17 വയസ്സിൽ തടവിലായവൻ. എഫ്രയുടെയും മനശയുടെയും സ്നേഹവാനായ അപ്പൻ. അമ്പട ഹമ്പട ഹോ ഹോ ഹോ, അമ്പട ഹമ്പട ഹേ ഹേ ഹേ. അമ്പട ഹമ്പട വീരൻ കോമള രൂപിയാം പൊന്മകൻ, നീല നീലാംഗികാരൻ പൊട്ടക്കുഴിയിൽ വീണവൻ. അമ്പട ഹമ്പട വീരൻ കോമള രൂപിയാം പൊന്മകൻ.
വിശുദ്ധിയിൽ സ്വന്തം ജീവൻ സൂക്ഷിച്ചവൻ, ക്ഷമയോടെ സോദരരെ സ്വീകരിച്ചവൻ. വിശുദ്ധിയിൽ സ്വന്തം ജീവൻ സൂക്ഷിച്ചവൻ, ക്ഷമയോടെ സോദരരെ സ്വീകരിച്ചവൻ. സോദരർക്ക് രൂപാന്തരം നൽകിയോൻ, ജോസഫ് എന്ന സ്വപ്നക്കാരൻ. അമ്പമ്പമ്പമ്പമ്പോ അമ്പട ഹമ്പട ഹോ 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 അമ്പട ഹമ്പട ഹേ 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 അമ്പട ഹമ്പട ഹോ 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 അമ്പട ഹമ്പട ഹേ ഹേ ഹേ. ദൈവത്തിന് സ്തോത്രം. ഈ അനുഗ്രഹീതമായുള്ള സന്ധ്യയെങ്കിൽ നിങ്ങളോട് ചേർന്ന് ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കുന്നതിന് സാധിക്കുന്നതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 2 വർഷങ്ങൾക്ക് ശേഷമാണ് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്നത്. അത് ഈ അഡൽട്ട് VBSലൂടെ സാധ്യമാകുന്നതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇത്തരം ഒരു സാഹചര്യം ഒരുക്കി തന്ന പ്രിയപ്പെട്ട മനോജസിനോടും ഇടവക ചുമതലക്കാരോടും സൺഡേ സ്കൂൾ സൂപ്രണ്ട് ആയിരിക്കുന്ന പ്രിയപ്പെട്ട ജാനറ്റ് ഫിലിപ്പിനോടും ഇതിന്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന പ്രിയ ജെഫ്, ഇടവകയിലെ എല്ലാ പ്രിയപ്പെട്ടവരോടും എന്റെ സ്നേഹപൂർവമായ നന്ദി അറിയിക്കുകയാണ്. നിങ്ങളിൽ നിന്ന് ലഭിക്കുന്നതായിട്ടുള്ള വലിയ സ്നേഹം, വലിയ കരുതൽ അതിപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇന്ന് നമ്മുടെ ഈ ദൈവവചന ധ്യാനത്തിന് തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് അതിന്റെ 18-ാമത്തെ അധ്യായം 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 18-ാമത്തെ അധ്യായം 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സോദോമിലേക്ക് പോയി. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. അബ്രഹാം അടുത്ത് ചെന്ന് പറഞ്ഞത്, ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ? പക്ഷെ ആ പട്ടണത്തിൽ 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? അതിലെ 50 നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കുകയില്ലയോ? ഇങ്ങനെ ഒരു നാളും ചെയ്യുന്നതല്ലല്ലോ. നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെ ഒരു നാളും കൊല്ലുകയില്ല. സർവഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? അതിന് യഹോവ, ഞാൻ സോദോമിൽ പട്ടണത്തിനകത്ത് 50 നീതിമാന്മാരെ കാണുന്നു എങ്കിൽ അവരുടെ നിമിത്തം ആ സ്ഥലത്തെ ഒക്കെയും ക്ഷമിക്കും എന്ന് അരുളിച്ചു. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ രാത്രിയുടെ ശാന്തതയിൽ നിന്റെ സന്നിധാനം ചേർന്ന് വന്ന് ദൈവത്തിന്റെ വചനം ധ്യാനിക്കുവാൻ നീ ഞങ്ങൾക്ക് തരുന്ന ഈ നല്ല സാവകാശങ്ങൾക്കായി നിനക്ക് സ്തോത്രം. വചനം കർത്താവേ ഞങ്ങൾക്ക് നീ ഔദാര്യമായി നൽകിയിട്ടുള്ളതാണല്ലോ. ആ വചനത്തിന്റെ വെളിച്ചത്തിൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനത്തെ ശ്രദ്ധിപ്പാൻ മനസ്സ് തരണമേ. വചനത്തെ അനുസരിക്കാനുള്ള ബലം തരണമേ. കൃപയിൽ ഞങ്ങളെ പുതിയണമേ. ആത്മാവിൽ ഞങ്ങളെ നിയന്ത്രിക്കണം. യേശു തമ്പുരാന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. ദൈവം തമ്പുരാൻ നേരിട്ട് സംസാരിച്ച ഒരാളാണ് അബ്രഹാം. നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക എന്ന് പറയുമ്പോൾ ഒരു എക്സ്പ്ലനേഷനും ചോദിക്കാതെ, ഒരു സംശയങ്ങളും ഇല്ലാതെ, ഒരു വിശദീകരണങ്ങളും ആവശ്യപ്പെടാതെ, ഈവൻ ഒരു റൂട്ട് മാപ്പ് പോലും ഇല്ലാതെ യാത്ര തിരിച്ച ഒരാളാണ് അബ്രഹാം. അതൊരു അപകടം പിടിച്ച യാത്രയാണ്, നിയോഗമാണ്. എങ്കിലും അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് ആ യാത്ര തുടങ്ങുകയാണ്. ദൈവത്തിന്റെ ഊർജം നിറച്ചു വെച്ച ഒരാളാണ് അബ്രഹാം. ആ ദൈവത്തിന്റെ ഊർജത്തെ സമൂഹത്തിലേക്ക് പ്രസരിപ്പിച്ച
ഒരാൾ കൂടിയാണ് അബ്രഹാം. നോക്കൂ, ദൈവത്തിൽ വിശ്വസിച്ച, ദൈവത്തിന്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച ഒരാളാണ് അബ്രഹാം. വാർദ്ധക്യകാലത്ത് ഒരു മകൻ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അതിൽ ആ ദൈവിക വാഗ്ദത്തത്തിൽ ശരണപ്പെടുകയാണ്. മകനെ ലഭിച്ചു കഴിയുമ്പോൾ അവനെ മോറിയ മലയിൽ കൊണ്ടുപോയി യാഗം കഴിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ മറുത്തൊരു വാക്കുപോലും പറയാതെ ദൈവത്തിന്റെ വാക്കനുസരിക്കുകയാണ്. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക എന്ന് പറയുമ്പോൾ ഒരു സംശയങ്ങളും ഇല്ലാതെ ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുകയാണ്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്ത ഒരു വിശ്വാസധീരനാണ് അബ്രഹാം. He was also a practical man. വളരെ പ്രായോഗികമായി ചിന്തിച്ച് പ്രായോഗികമായി ജീവിച്ച ഒരു മനുഷ്യനാണ് അബ്രഹാം. അബ്രഹാമിനോട് ദൈവം തമ്പുരാൻ പറയുന്നു, നീ യാത്ര പുറപ്പെടാൻ. അപ്പൊ അബ്രഹാം യാത്ര പുറപ്പെടുകയാണ്. അബ്രഹാമിന്റെ ഭാര്യ അബ്രഹാമിനോട് കൂടെയുണ്ട്. അബ്രഹാമിന്റെ സകല സ്വത്തുക്കളും സകല സമ്പാദ്യങ്ങളും ആടുകളും മാടുകളും അടിമകളും എല്ലാം ചേർന്ന് വലിയൊരു ജനസമൂഹമാണ്, വലിയൊരു പ്രൊസഷനാണ്. അബ്രഹാമിനോടൊപ്പം സഹോദരന്റെ പുത്രനായ ലോത്ത് കൂടെയുണ്ട്. ലോത്തിന്റെ സ്വത്തുണ്ട്, അവന്റെ സമ്പാദ്യങ്ങളുണ്ട്, അവന്റെ ഇടയന്മാരുണ്ട്. അങ്ങനെ വലിയൊരു ജനസഞ്ചയമാണ് ഈ യാത്രയിലുള്ളത്. കുറച്ചു കഴിയുമ്പോൾ ഇവരുടെ സമൃദ്ധി വർദ്ധിക്കുകയാണ്, ഇവരുടെ ആടുമാടുകൾ വർദ്ധിക്കുകയാണ്, ഇടയന്മാർ തമ്മിൽ കലഹിക്കുകയാണ്. അപ്പോൾ വളരെ പ്രാക്ടിക്കലായി അബ്രഹാം ലോത്തിനെ വിളിച്ചിട്ട് പറയുന്നു, എന്റെ പ്രിയ മകനെ, നമ്മൾ സഹോദരന്മാരാണ്, നമ്മൾ തമ്മിൽ ഒരു വഴക്ക് പാടില്ല. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് നിനക്ക് വിടുകയാണ്. നീ ഇടത്തോട്ട് പോവുകയാണെങ്കിൽ ഞാൻ വലത്തോട്ട് പോവാം, നീ വലത്തോട്ടാണ് പോകുന്നതെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോവാം, നിനക്ക് തെരഞ്ഞെടുക്കാം. വളരെ കണ്ണുള്ളവനാണ് ലോത്ത്. യോർദാൻ അക്കരെയുള്ള ദേശം നീരൊഴുക്കുള്ള ദേശമാണെന്ന് കണ്ടിട്ട് ആ ദേശം തിരഞ്ഞെടുക്കുകയാണ് ലോത്ത്. വെള്ളമുള്ള സ്ഥലമാണ് എല്ലാറ്റിനും നല്ലത്. അത് വീട് വെക്കാനാണെങ്കിലും കൃഷി നടാനാണെങ്കിലും റിയൽ എസ്റ്റേറ്റിനാണെങ്കിലും ആടുകളെ വളർത്താനാണെങ്കിലും എല്ലാത്തിനും വെള്ളമുണ്ടാവണം. ഇതാ നോക്കൂ, ഈ ലോത്ത് അത്തരം നീരൊഴുക്കുള്ള നീരോട്ടമുള്ള നല്ല സ്ഥലം തിരഞ്ഞെടുക്കുകയാണ്, കണ്ണായ സ്ഥലം. എന്നിട്ട് അതിന്റെ വിസ്തൃതി അങ്ങ് സോദോം വരെ വ്യാപിപ്പിക്കുകയാണ്. അതങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യാണ് സോദോം വരെ. അബ്രഹാം കനാനിൽ തന്നെ പാർക്കുകയാണ്. അപ്പൊ ഇതാണ് അതിൻ്റെ ഒരു ആമുഖം, ഇതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. ഇനി നമ്മൾ വായിച്ച ഈ വേദഭാഗത്തേക്ക് വരിക, അത് അബ്രഹാമിന്റെ പ്രാർത്ഥനയാണ്. പ്രേയർ ഓഫ് അബ്രഹാം. ഈ പ്രാർത്ഥന, ദിസ് പ്രേയർ arises in the midst of two different situations. രണ്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങളുടെ നടുവിലാണ് ഈ പ്രാർത്ഥന ഉയരുന്നത്. ഒന്നാമത്തെ സിറ്റുവേഷൻ, the situation of the wicked, the situation of the wickedness, അതിക്രമത്തിന്റെ സാഹചര്യം. ഒരു സംശയമില്ല, അത് സോദോമിലെ സാഹചര്യമാണ്. സോദോമിലെ സാഹചര്യമാണെന്ന് പറയുമ്പോൾ അത് ലോത്തിന്റെ സാഹചര്യവും കൂടെയാണ്. കാരണം ലോത്തിൽ താമസിക്കുന്നത് സോദോമിലാണ്. നോക്കൂ, അവിടുത്തെ സാഹചര്യം എന്താണെന്ന് കൃത്യമായി പറയുന്നു. അവിടെ നിലവിളി അതിഭയങ്കരമായിരിക്കുന്നു എന്നാണ് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ നിലവിളി അതിഭയങ്കരമായിരിക്കുന്നു. പഴയ നിയമത്തിൽ ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് നിലവിളി ഉയരുന്നത് എന്നറിയാമോ? ഒന്ന്, നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ നിലവിളി ഉയരാറുണ്ട്. രണ്ട്, അതിക്രമങ്ങൾ എവിടെയെല്ലാം ഏറി വരുന്നുണ്ടോ അവിടെ നിലവിളി ഉയരാറുണ്ട്. മൂന്ന്, പീഡനങ്ങൾ, വ്യക്തിപരമായ ആക്രമണങ്ങൾ എവിടെയെല്ലാം ഉണ്ടാകുന്നുണ്ടോ അവിടെയെല്ലാം നിലവിളി ഉയരാറുണ്ട്. അപ്പോൾ ഈ ദേശത്ത് നിലവിളി ഉയരുന്നു എന്ന് പറയുമ്പോൾ ഈ സോദോമിൽ
നീതി നിഷേധം ഏറെ ഉണ്ടാവുന്നു എന്നർത്ഥം. പീഡനങ്ങൾ ഒരുപാടുണ്ടാവുന്നു, ചൂഷണങ്ങൾ ഏറെ ഉണ്ടാവുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അതിക്രമം നിറഞ്ഞ, പാപം നിറഞ്ഞ, ദൈവത്തിൽ നിന്ന് ഒരുപാട് അന്യമായി പോയ ഒരു സാഹചര്യമാണ് സോതോമിന്റെ സാഹചര്യം. അതാണ് സോതോമിന്റെ സ്റ്റാറ്റസ്. അത് ഒരു സാഹചര്യം. ദൈവത്തിൽ നിന്ന് ഒരുപാട് ദൂരെ മാറിപ്പോയ, അതിക്രമം നിറഞ്ഞ, നീതി നിഷേധിക്കപ്പെടുന്ന സാഹചര്യം. രണ്ടാമത്തെ സിറ്റുവേഷൻ, അത് ദ സിറ്റുവേഷൻ ഓഫ് ദ റൈച്ചസ്, ദ സിറ്റുവേഷൻ ഓഫ് റൈച്ചസ്നെസ്, നീതിയുടെ സാഹചര്യം. ഒരു സംശയവുമില്ല, അത് അബ്രഹാമിന്റെ സാഹചര്യമാണ്. അബ്രഹാമിനെ കുറിച്ച് ദൈവം എന്താണെന്ന് പറയുന്നതെന്ന് അറിയാമോ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലാണ് 41-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ഓ എബ്രഹാം മൈ ഫ്രണ്ട്. അബ്രഹാം എന്റെ സ്നേഹിതൻ, എന്റെ സ്നേഹിതനായ അബ്രഹാം. അങ്ങനെയാണ് അബ്രഹാമിനെ ദൈവം തമ്പുരാൻ വിശേഷിപ്പിക്കുന്നത്, നീതിമാനായ അബ്രഹാം. നോക്കൂ, റൈച്ചസ്നെസ് എന്നതിന് തിയോളജിക്കൽ ഡെഫിനിഷൻ എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, one who enhances the well-being of the society. One who enhances the well-being of the society. ഒരു സമൂഹത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി നിലനിൽക്കുന്നവനെ വിളിക്കാൻ പറ്റിയ പേരാണ് നീതിമാൻ. ഇവിടെ അബ്രഹാം ഇതാ സോതോമിന്റെ ക്ഷേമത്തിന് വേണ്ടി നിലനിൽക്കുകയാണ്. അബ്രഹാം നീതിമാനായ മനുഷ്യനാണ്, നീതി പ്രവർത്തിക്കുന്ന മനുഷ്യൻ, ന്യായത്തിന്റെ ഒപ്പം നിൽക്കുന്ന മനുഷ്യൻ. അപ്പൊ ഇത് അബ്രഹാമിന്റെ സ്റ്റാറ്റസ് ആണ്, ഇത് നീതിയുടെ സിറ്റുവേഷനാണ്. അപ്പോ നീതിയുടെ സാഹചര്യവും അതിക്രമത്തിന്റെ സാഹചര്യവും രണ്ട് സാഹചര്യങ്ങളാണ്. ഈ സാഹചര്യങ്ങളുടെ നടുവിലാണ് ഈ പ്രാർത്ഥന ഉയരുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇത് നമുക്കൊരു സന്ദേശം തരുന്നുണ്ട്. അതിക്രമങ്ങൾ ഏറുമ്പോൾ നന്മ നിറഞ്ഞ മനസ്സുകൾ ദൈവത്തിങ്കിലേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തണം. ചില ഇന്റർവെൻഷൻസ് ഉണ്ടാവണം. I can't breathe. എനിക്ക് ശ്വാസം മുട്ടുന്നു. നിങ്ങളുടെ നാട്ടിൽ ഉയർന്ന ഒരു നിലവിളിയാണ് ആ നിലവിളി. പക്ഷേ ലോകം മുഴുവൻ ആ നിലവിളി ഏറ്റെടുത്തു. നീതി നിഷേധിക്കപ്പെട്ടവന്റെ നിലവിളിയാണ് ആ നിലവിളി. അതിക്രമം ഏൽക്കേണ്ടി വന്നവന്റെ നിലവിളിയാണ് ആ നിലവിളി. ഇത്തരം അതിക്രമങ്ങളും നീതി നിഷേധങ്ങളും ഉയരുമ്പോൾ വിശ്വാസികൾ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് അവനിൽ വിശ്വാസം അർപ്പിച്ച് അവനിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ തയ്യാറാവണം. ചില ഇടപെടലുകൾ നടത്താൻ ധൈര്യമുണ്ടാവണം. അത് ഈ ഭാഗം നമുക്ക് തരുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഒരു ചിന്തയാണ്. അബ്രഹാം ദൈവത്തിന്റെ സന്നിധിയിൽ താണു വീഴുകയാണ്. ഈ സോതോമിന് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുകയാണ്. അബ്രഹാമിന് അറിയാം അബ്രഹാം ചോദിക്കാൻ പോകുന്നത് ചോദിക്കാൻ പാടില്ലാത്ത കാര്യമാണെന്ന്. അബ്രഹാമിന് അറിയാം അത് ചോദിക്കാൻ അവകാശമില്ലാത്ത കാര്യമാണെന്ന്. എങ്കിലും അബ്രഹാം ചോദിക്കുന്നു. കാരണം അബ്രഹാമിന് അറിയാം God is an amazing God. അവൻ വിസ്മയനായ ദൈവമാണ്. അവനിലേക്ക് നിരന്തരം ചായുന്ന, നിരന്തരം നിലവിളിക്കുന്ന ഭക്തരോട് അവൻ കരുണ കാണിക്കുന്ന ദൈവമാണ് എന്ന് അബ്രഹാമിന് അറിയാം. എത്ര ഉദാഹരണങ്ങൾ പറയാം വേദപുസ്തകത്തിൽ. ലൂക്കോസിന്റെ സുവിശേഷം 18-ാമത്തെ അധ്യായം നിങ്ങൾ സാവധാനം മനസ്സിലൊന്ന് ധ്യാനിക്കൂ. ഒരു വിധവയുടെ, ഒരു ന്യായാധിപന്റെയും സംഭവങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിധവ ന്യായാധിപനെ സമീപിക്കുന്നു, ചില പ്രതിക്രിയകൾ നടത്തി വിടുവിക്കാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ന്യായാധിപൻ ശ്രദ്ധിക്കുന്നില്ല. ഈ വിധവയായ സ്ത്രീ നിരന്തരം ഇങ്ങനെ അസഹ്യപ്പെടുത്തുകയാണ് ഈ ന്യായാധിപനെ. ഒടുവിൽ ഈ ന്യായാധിപൻ പറയുകയാണ്, ആ വിധവയായ സ്ത്രീ എന്നെ ഇങ്ങനെ നിരന്തരം അസഹ്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവളെ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. ആ 18-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ പാരഗ്രാഫിന്റെ അവസാനത്തെ വരികൾ മനസ്സിന്റെ ധ്യാനമാവണം. പറയുകയാണ്, ദൈവമോ
രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന ഭക്തന്മാരുടെ കാര്യത്തിൽ അതിവേഗത്തിൽ ഇടപെടുന്ന ദൈവമാണ്. അതുകൊണ്ട് ഇത് നമ്മുടെ വിശ്വാസമാവണം. ദൈവത്തിന്റെ സന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഭക്തന്മാരുടെ അടുക്കിലേക്ക് ചാഞ്ഞു വരുന്നവരാണ് ദൈവം തമ്പുരാൻ. ഈ അബ്രഹാമിന്റെ പ്രാർത്ഥനയെ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കുകയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് 2 ഭാഗങ്ങളാണുള്ളത്, 2 പാർട്സ്. ഒന്നാമത്തേത് കൺഫ്രണ്ടേഷനാണ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് നെഗോഷിയേഷൻ. ഒന്നാമത്തേത് കൺഫ്രണ്ടേഷൻ, അഭിമുഖീകരണമാണ്. ദൈവത്തെ അബ്രഹാം അഭിമുഖീകരിക്കുകയാണ്. ആൻഡ് ഇൻ കൺഫ്രണ്ടേഷൻ Abraham raises 2 questions to God in prayer. ഈ കൺഫ്രണ്ടേഷനിൽ അബ്രഹാം ദൈവത്തോട് 2 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ആൻഡ് വാട്ട് ഈസ് ദ പർപ്പസ് ബിഹൈൻഡ് ദിസ് കൺഫ്രണ്ടേഷൻ? ഈ കൺഫ്രണ്ടേഷന്റെ പിൻപിലെ ഉദ്ദേശം എന്താണ്? ഉദ്ദേശമുണ്ട്. ദൈവമാരാണെന്ന് ദൈവത്തെ ഓർമ്മപ്പെടുത്താനാണ് ഈ കൺഫ്രണ്ടേഷൻ. ദൈവത്തിന്റെ സ്വഭാവം എന്തായിരിക്കണം, ദൈവത്തിന്റെ സ്വഭാവം എന്തായിരിക്കരുത് എന്ന് ദൈവത്തെ ഓർമ്മപ്പെടുത്താനാണ് ഈ കൺഫ്രണ്ടേഷൻ. ഇറ്റ് ഈസ് എ റിമൈൻഡർ ടു ഗോഡ് ഓഫ് ഹിസ് ഓൺ കണ്ടക്ട്. ദൈവത്തിന്റെ സ്വഭാവത്തെ ഓർമ്മപ്പെടുത്താനാണ് ഈ കൺഫ്രണ്ടേഷൻ. അപ്പൊ ഈ എബ്രഹാമിന്റെ മനസ്സിൽ ചില അസംഷൻസ് ഉണ്ട്. ആ അസംഷൻ എന്താണെന്ന് ചോദിച്ചാൽ, അബ്രഹാമിന് അറിയാം സോദോം നിറയെ പാപം നിറഞ്ഞ സാഹചര്യമാണ്. സോദോമിൽ നിറയെ അതിക്രമങ്ങളാണ്. ദൈവം തമ്പുരാൻ സോദോമിനെ തകർത്തുകളയും. സോദോമിനെ തകർക്കാൻ ദൈവത്തിന് കഴിയും. അത് അബ്രഹാമിന് അറിയാം. എന്നാൽ ഈ കൺഫ്രണ്ടേഷനിലൂടെ അബ്രഹാം ട്രൈസ് ടു റെഡ്യൂസ് ദ wrath ഓഫ് ഗോഡ് ഓൺ സോദോം. സോദോമിന്മേൽ ദൈവത്തിന്റെ ദേഷ്യത്തെ കുറയ്ക്കാൻ, ഒന്ന് മയപ്പെടുത്താൻ അബ്രഹാം ശ്രമിക്കുകയാണ് ഈ കൺഫ്രണ്ടേഷനിൽ. സോ ഈസ് ട്രൈങ് ടു റെഡ്യൂസ് ദ wrath ഓഫ് ഗോഡ് അപ്പോൺ ദ സിറ്റി ഓഫ് സോദോം. സോദോമിന്റെ നഗരത്തിന്മേലുള്ള ദൈവകോപത്തെ ഒന്ന് നിയന്ത്രിക്കാൻ, ഒന്ന് മയപ്പെടുത്താൻ, ഒന്ന് കുറയ്ക്കാൻ അബ്രഹാം ശ്രമിക്കുകയാണ് ഈ കൺഫ്രണ്ടേഷനിൽ. അതുകൊണ്ടാണ് അബ്രഹാം ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം. അബ്രഹാം ചോദിക്കുന്നു, നീ ദുഷ്ടന്മാരെയും നീതിമാന്മാരെയും ഒരേ തുലാസിൽ തൂക്കുമോ? Would you weigh the righteous and the wicked on the same balance? നീ ദുഷ്ടനെയും നീതിമാനെയും ഒരേപോലെ കണക്കാക്കുമോ? നീ ദുഷ്ടനെയും നീതിമാനെയും ഒരേപോലെ പരിഗണിക്കുമോ? അതാണ് ചോദ്യം. ആരാണ് ദുഷ്ടൻ? ദൈവത്തെ അനുസരിക്കാത്തവൻ, ദൈവത്തെ സ്നേഹിക്കാത്തവൻ, സഹോദരനെ സ്നേഹിക്കാത്തവൻ, അവനാണ് ദുഷ്ടൻ. നീതിമാൻ ആരാണ്? ദൈവകൽപ്പനകളെ അനുസരിക്കുന്നവൻ, ദൈവത്തെ ബഹുമാനിക്കുന്നവൻ, സഹോദരനെ സ്നേഹിക്കുന്നവൻ. അപ്പോ ചോദ്യം ഇതാണ്, ദൈവത്തെ സ്നേഹിക്കാത്തവനെയും ദൈവത്തെ സ്നേഹിക്കുന്നവനെയും നീ ഒരേ തുലാസിൽ തൂക്കുമോ? അവരെ രണ്ടുപേരെയും ഒരുപോലെയാണോ പരിഗണിക്കാൻ പോകുന്നത്? ഇങ്ങനെ ചോദിക്കുമ്പോ അബ്രഹാം എക്സ്പെക്ട്സ് ആൻ ആൻസർ, ഒരു ഉത്തരം പ്രതീക്ഷിക്കുന്നു. ആ ഉത്തരം ഇതാണ്: നീതിമാനായ ദൈവം നീതിമാന്മാരെ സുരക്ഷിതരായി സൂക്ഷിക്കും. God will safeguard the righteous. ദൈവം നീതിമാന്മാരെ സൂക്ഷിക്കും. അത് അബ്രഹാമിന് പ്രതീക്ഷിക്കുന്ന ഉത്തരാണ്. അബ്രഹാം പ്രതീക്ഷിക്കുന്ന ഉത്തരാണ്. എന്നാൽ there is no answer from God to that question. ആ ചോദ്യത്തിന് ദൈവം ഉത്തരം കൊടുക്കുന്നില്ല. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമില്ലാതിരുന്നത് കൊണ്ട് there comes the second question. രണ്ടാമത്തെ ചോദ്യം വരികയാണ്. രണ്ടാമത്തെ ചോദ്യം ആദ്യത്തെ ചോദ്യത്തിന്റെ ചുവട് പിടിച്ചൊരു ചോദ്യമാണ്. But there is a progression in that question. രണ്ടാമത്തെ ചോദ്യത്തിന് ഒരു ചെറിയ പ്രോഗ്രസ് ഉണ്ട്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്:
50 നീതിമാന്മാർ ആ ദേശത്തുണ്ടെങ്കിൽ ആ പട്ടണത്തെ നീ നശിപ്പിക്കുമോ? അതാണ് രണ്ടാമത്തെ ചോദ്യം. ചില അലവൻസുകൾ, ചില ഇളവുകൾ നീ കൊടുക്കുമോ എന്നാണ് ചോദ്യം. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിൽ നീതിമാന്മാർ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചെങ്കിൽ, രണ്ടാമത്തെ ചോദ്യത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ അവര് മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, അവരിലൂടെ ആ ദേശം മുഴുവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം. അതാണ് രണ്ടാമത്തെ ചോദ്യത്തിൽ നിന്നും അബ്രഹാം പ്രതീക്ഷിക്കുന്ന മറുപടി. കൃത്യമായ സന്ദേശമാണത്. എ ലൈഫ് വെൽ ലീവ്ഡ് മേ ബി എ മോഡ് ഓഫ് റെസ്ക്യൂ ഫോർ അതേഴ്സ്. നന്നായി ജീവിക്കുന്ന ഒരു ജീവിതം കൊണ്ട് ഒരുപക്ഷെ മറ്റു പലരും രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്നർത്ഥം. നന്നായി ജീവിക്കുന്ന ഒരു ജീവിതം കൊണ്ട് മറ്റു ചിലർക്ക് രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെന്നർത്ഥം. ഒരുപാട് ഉദാഹരണങ്ങൾ പറയാം, പക്ഷേ ഒറ്റ ഉദാഹരണത്തിൽ നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാം. യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവാണ് ആ നീതിമാനായ മനുഷ്യന്റെ ജീവിതം കൊണ്ട് ഒരു മനുഷ്യകുലം മുഴുവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ നീതിമാനായ ഒരൊറ്റ നീതിമാനായ മനുഷ്യന്റെ ജീവിതം കൊണ്ട് മനുഷ്യരാശി മുഴുവൻ ജീവിതത്തിന്റെ അനുഭവത്തിലേക്ക്, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരികയാണ്. രണ്ടാമത്തെ ചോദ്യത്തിനും കൃത്യമായ ഉത്തരം കിട്ടുന്നില്ല ഇപ്പോൾ. ആദ്യത്തെ ചോദ്യത്തിനും രണ്ടാമത്തെ ചോദ്യത്തിനും മറുപടി കിട്ടാതെ വരുമ്പോൾ അബ്രഹാം എന്ത് ചെയ്തെന്നറിയാമോ? ഒരു തുറുപ്പ് ചീട്ടിറക്കുകയാണ്, ട്രംപ് കാർഡ്. എങ്ങനെയാണ് അത് ഇറക്കുന്നതെന്ന് അറിയാമോ? പറയുകയാണ്, അത് 25-ാമത്തെ വാക്യത്തിലാണ്. നീ നീതിമാനായ ദൈവമാണ്. നോക്കൂ, 2 ചോദ്യങ്ങൾ പ്രാർത്ഥനയിൽ അബ്രഹാം ചോദിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, നീ ദുഷ്ടനെയും നീതിമാനെയും ഒരേപോലെ പരിഗണിക്കും. രണ്ടാമത്തെ ചോദ്യം, നീ 50 നീതിമാന്മാരുണ്ടെങ്കിൽ അവരിലൂടെ ആ ദേശത്തെ വിടുവിക്കുമോ എന്നതാണ് ചോദ്യം. 2 ചോദ്യങ്ങളാണ്. ഒരുപക്ഷെ നമുക്ക് തോന്നാം, പ്രാർത്ഥനയിൽ can we raise questions in prayer to God? ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ? നമുക്ക് ചോദ്യങ്ങൾ, ഒരുപക്ഷെ സംശയങ്ങൾ തോന്നാം. Can we give instructions to God in prayer? വളരെ കൃത്യമായ ചോദ്യമാണ്. ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ നമുക്ക് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ? ദൈവത്തോട് പരിഭവങ്ങൾ പറയാൻ പറ്റുമോ? ദൈവത്തോട് ചില ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റുമോ? ഒരു ചോദ്യമാണ്. പറ്റുമെന്നാണ് എൻ്റെ വിചാരം. അബ്രഹാം അങ്ങനെ ചെയ്ത ഒരാളാണ്. വളരെ സാധാരണക്കാരനായ മനുഷ്യനാണ് അബ്രഹാം. ആൻഡ് ഹി ഓഫേഴ്സ് സിമ്പിൾ പ്രേയേഴ്സ്. സാധാരണമായി പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് അബ്രഹാം. അബ്രഹാം ചോദ്യങ്ങൾ ചോദിക്കുന്നു, ദൈവത്തിന് ചില ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. വളരെ കൃത്യമാണ്, വളരെ കൃത്യമാണ്. ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ കാണുകയാണ്, ദൈവത്തിന് ചില ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു. പറയുന്നു, നീ നീതി പ്രവർത്തിക്കുന്ന ദൈവമാണ്, നീ നീതി പ്രവർത്തിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ വളരെ ശ്രദ്ധയോടെ വേണം വിധി പ്രസ്താവിക്കാൻ. നീ ഒരു വിധി പ്രസ്താവിക്കുമ്പോൾ സാഹചര്യങ്ങളെ നോക്കി വേണം പ്രസ്താവിക്കാൻ. നീ വിധി പ്രസ്താവിക്കുമ്പോൾ തെളിവുകൾ നോക്കി വേണം വിധി പ്രസ്താവിക്കാൻ. അതല്ലെങ്കിൽ അപകടകരമായ സാഹചര്യത്തിലേക്ക് പോകും. നിന്റെ നല്ല പേരിന് അത് കളങ്കം ചാർത്തും. അതുകൊണ്ട് ഒരു സീനിയർ അഡ്വക്കേറ്റ് ആയി അബ്രഹാം ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിട്ട് പറയുകയാണ്, ഇഫ് പോസിബിൾ റിഫ്രൈൻ ഫ്രം ദിസ് ജഡ്ജ്മെന്റ്. കഴിയുമെങ്കിൽ
വലിയ ദുരന്തം നൽകുന്ന ഈ ന്യായവിധിയിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. അപകടകരമായ ഒരു ന്യായവിധി നീ പ്രസ്താവിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു ഇൻസ്ട്രക്ഷനാണ്, ഒരു അഡ്വൈസാണ്, ഒരു കൗൺസിലാണ്. ഒരു സീനിയർ അഡ്വക്കേറ്റായി, ഒരു ഫ്രണ്ടായി, ന്യായാധിപനായ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, നീ സാഹചര്യങ്ങൾ നോക്കി വേണം വിധി പ്രസ്താവിക്കാൻ. അതല്ലെങ്കിൽ അത് പ്രയാസകരമായി ഭവിക്കും. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാം. ദൈവത്തോട് പ്രാർത്ഥനയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ? ദൈവത്തോട് പ്രാർത്ഥനയിൽ ഇങ്ങനെ ചില അഡ്വൈസസ് കൊടുക്കാൻ, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റുമോ? അബ്രഹാം അതാണ് ചെയ്യുന്നത്. മോശയുടെ കാര്യം നിങ്ങൾ നോക്കൂ. സംഖ്യാപുസ്തകം 11-ാമത്തെ അധ്യായത്തിലാണ് ദൈവത്തിന്റെ ജനതയെ മോശ കനാനിലേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷേ ദൈവത്തിന്റെ ജനം എന്ത് ചെയ്യുന്നറിയാമോ? അവരുടെ വീടിന്റെ മുൻപിൽ കൂടാരവാതിക്കൽ ഇറങ്ങിയിരുന്ന് ബഹളമാണ്, സമരമാണ്. എന്തിനാണ് സമരം ചെയ്യുന്നതെന്ന് അറിയാമോ? അവര് പറയുകയാണ്, ഞങ്ങൾക്ക് ഈ മന്ന കഴിച്ചു മടുത്തു, ഞങ്ങൾക്ക് ഇറച്ചി തരൂ, give us meat to eat. ഞങ്ങൾക്ക് ഇറച്ചി തരൂ, ഞങ്ങൾക്ക് ഈ മന്ന മടുത്തു. കരയുകയാണ്, സമരം ചെയ്യുകയാണ്, ബഹളമാണ്. മോശ ദൈവത്തിന്റെ അടുക്കൽ ചെന്നിട്ട് പറയുന്നു, എന്റെ ദൈവമേ, എനിക്കിത് കാണാൻ വയ്യ. ഐ കാൻ സീ ദിസ്. ഞാൻ എന്തിനാണ് ഇവരുടെ കഷ്ടത കാണുന്നത്? ഞാൻ എന്തിനാണ് ഇവരുടെ വേദന കാണുന്നത്? ഒരു മുലകുടി മാറാത്ത കൊച്ചിനെ അമ്മ തോളത്തെടുത്ത് വെച്ച് കൊണ്ടുപോകുന്നത് പോലെ ഈ ജനത്തെ കൊണ്ടുപോകാൻ ഞാൻ ഇവരുടെ അമ്മയാണോ? ഞാൻ ഇവരുടെ ധാത്രിയാണോ? ഞാൻ ഇവരെ പ്രസവിച്ചോ? ഞാൻ ഇവരെ ഗർഭം ധരിച്ചോ? എനിക്ക് ഈ കഷ്ടം കാണാൻ വയ്യാണ്. എന്നെ കൊന്നുകളഞ്ഞേരും, എന്നെ കൊന്നുകളഞ്ഞേക്കും. മോശ ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, ദൈവത്തിന് ചില ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ്. കിൽ മീ, എന്നെ കൊന്നേക്കൂ. പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് പരിവേദനങ്ങൾ പറയാം, ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാം, നിങ്ങളുടെ സങ്കടങ്ങൾ പറയാം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയാം, നിങ്ങളുടെ കുറവുകൾ പറയാം, നിങ്ങളുടെ ആശങ്കകൾ പറയാം. എല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ പറയണം. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. കൊച്ചുങ്ങൾക്ക് നല്ല കല്യാണങ്ങൾ നടക്കാൻ പ്രാർത്ഥിക്കണം. കല്യാണം നന്നായി നടക്കാൻ കല്യാണത്തിന്റെ തലേന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. കൊച്ചുങ്ങൾ ഒരു പ്രായമാകുമ്പോൾ അവർക്ക് നല്ല പാർട്ട്നേഴ്സിനെ കിട്ടാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പിള്ളേരോട് പറയണം, പ്രേ ഫോർ യുവർ പാർട്ട്നേഴ്സ്. നല്ല പാർട്ട്നേഴ്സിനെ കിട്ടാൻ പ്രാർത്ഥിര്. കുഞ്ഞുങ്ങൾ വളരെ ആക്സിഡന്റലായി ഉണ്ടാവരുത്. ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിച്ച് ആവശ്യപ്പെട്ട് ആഗ്രഹിച്ചു വേണം കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ. ജീവിതത്തിൽ നന്മ ചെയ്താൽ ദൈവത്തോട് ചെന്ന് പറയണം. ജീവിതത്തിൽ ഒരു തെറ്റു പറ്റിയാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് പറയണം. പാപം ചെയ്തിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് പറയാമോ? പറയണം. കാരണം പാപം ചെയ്യുന്നത് തെറ്റാണ്. എന്നാൽ പാപം ചെയ്തിട്ട് അത് മറച്ചു വെക്കുന്നതാണ് ഏറ്റവും കൊടിയ പാപം. ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് പറയണം. നിങ്ങളുടെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങളും സങ്കടങ്ങളും ആവലാദികളും നിങ്ങളുടെ നന്മയും നിങ്ങളുടെ തെറ്റും ബലഹീനതയും എല്ലാം പറയണം. ജീവിതത്തിൽ ചില അശുദ്ധമായ വിചാരങ്ങൾ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് പറയൂ. ഇതെല്ലാം പറയണം. കാരണം എന്തു പറഞ്ഞാലും God is capable to receive all our mixture, and God is capable to receive or to handle all our disappointments, all our frustrations. നമ്മുടെ എല്ലാ ആശങ്കയും എല്ലാ നിരാശയും എല്ലാ പ്രശ്നങ്ങളും ഹാൻഡിൽ ചെയ്യാൻ ദൈവത്തിന് കഴിയും എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. God delights in our presence. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുന്നത് അവന് ഇഷ്ടമാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും അവനോട് തുറന്നു പറയുന്നത് ഇഷ്ടമാണ് അവന്. അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അവന്റെ മുൻപിൽ പങ്കുവയ്ക്കാൻ നിങ്ങൾക്ക് കഴിയും.
ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ദൈവത്തോട് നിങ്ങൾ തുറന്നു പറയുമ്പോൾ നിങ്ങളുടെ ബന്ധം, ദൈവവുമായുള്ള ബന്ധം ശക്തീകരിക്കപ്പെടുകയാണ്. പ്രാർത്ഥനയിലൂടെ സംഭവിക്കേണ്ടത് അതാണ്. ദൈവവുമായുള്ള നല്ല ബന്ധം രൂപപ്പെടണം. നല്ല സുഹൃത്തിനോടല്ലേ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്നു പറയാറുള്ളൂ? അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമ്പോൾ ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധം ശക്തീകരിക്കപ്പെടുകയാണ്. അത് ചെയ്യണം. ആ ഭാഗത്ത് ഒരു കൊച്ചു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗത്തു നിന്ന് മാറാം. പ്രാർത്ഥിക്കുമ്പോ ഒരുപാട് തിരക്കുള്ള സമയത്ത് പോയി പ്രാർത്ഥിക്കാൻ ശ്രമിക്കരുത്. വളരെ തിരക്കുകളില്ലാത്ത, ബഹളങ്ങളില്ലാത്ത, ശാന്തമായ സമയത്ത് വേണം ദൈവത്തിന്റെ സന്നിധിയിൽ പോയി പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ മാത്രമല്ലല്ലോ. ഇറ്റ്സ് എ കോൺവെർസേഷൻ. അപ്പൊ ദൈവത്തിന് ഇങ്ങോട്ട് ചില കാര്യങ്ങൾ പറയാൻ പറ്റും. അപ്പൊ ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പറ്റണമെങ്കിൽ നിശബ്ദമായ, ശാന്തമായ, ബഹളങ്ങളില്ലാത്ത ചില നേരങ്ങൾ ഉണ്ടാവണം. When all other voices are silenced, you can hear the soft voice of the Lord Almighty. മറ്റെല്ലാ ബഹളങ്ങളും ശാന്തമാകുമ്പോഴാണ് ദൈവത്തിന്റെ മൃദുസ്വരം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നത്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, പ്രവാചകൻ ദൈവത്തെ കാണാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇതാ കാണുന്നു. എന്താണെന്ന് അറിയാമോ? ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 18-ാമത്തെ അധ്യായം. ഒരു വലിയ കൊടുങ്കാറ്റടിക്കുകയാണ്. കൊടുങ്കാറ്റിൽ ദൈവമുണ്ടാകുമെന്ന് ഈ പ്രവാചകൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ കൊടുങ്കാറ്റിൽ ദൈവമുണ്ടായിരുന്നില്ല. ഈ കൊടുങ്കാറ്റിന് പിറകെ ഒരു ഭൂകമ്പം ഉണ്ടാവുകയാണ്. സകല ഭൂമിയും ഇളക്കി മറിച്ച് ബഹളമയമായ അന്തരീക്ഷം. ആ അന്തരീക്ഷത്തിൽ ദൈവമുണ്ടാകുമെന്ന് പ്രവാചകൻ ധരിക്കുന്നു. പക്ഷെ കൊടുങ്കാറ്റിൽ ദൈവമില്ല. പിന്നീട് സകല പ്രപഞ്ചത്തെയും കത്തിച്ചാമ്പലാക്കി തീ വരികയാണ്. ആ തീയിൽ ദൈവമുണ്ടാകുമെന്ന് പ്രവാചകൻ പ്രതീക്ഷിക്കുന്നെങ്കിലും ആ തീയിൽ ദൈവമുണ്ടായിരുന്നില്ല. പിന്നീട് നാം കാണുന്നുണ്ട്, പിന്നീട് ഒരു മൃദുസ്വരം, എ സോഫ്റ്റ് വോയിസ്. ആ മൃദുസ്വരത്തിലാണ് ദൈവം. അപ്പോ ദൈവത്തിന്റെ ശബ്ദം മൃദുവായിരിക്കുമ്പോ ആ മൃദുസ്വരം കേൾക്കണമെങ്കിൽ മറ്റ് ബഹളങ്ങൾ പാടില്ല. ശാന്തമായ സമയം, നിങ്ങൾക്ക് ധൃതികളില്ലാത്ത സമയം, ദൈവത്തിന്റെ സന്നിധിയിൽ പോയി താണിരിക്കൂ. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയൂ. എന്താണ് അവൻ പറയുന്നത് എന്ന് ശ്രദ്ധയോടെ കേട്ടിരിക്കാൻ നിങ്ങൾക്ക് കഴിയേണ്ടതുമുണ്ട്. അതുകൊണ്ട് ഈ ലളിതമായ പ്രാർത്ഥനകളിൽ ദൈവത്തോട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, നിങ്ങളുടെ പരിഭവങ്ങൾ പറയാം, നിങ്ങളുടെ ആശങ്കകൾ പറയാം. ആൻഡ് ദി സിമ്പിൾ പ്രേയേഴ്സ്, ദേ ആർ വെരി എഫക്റ്റീവ്. ഈ ലളിതമായ പ്രാർത്ഥനകൾ വളരെ വളരെ പ്രയോജനം ചെയ്യുന്നതാണ്, വളരെ ഫലകരമാണ്. നിങ്ങൾ നോക്കൂ, ഈ ഭാഗത്ത് ഈ കൺഫ്രണ്ടേഷൻ നടന്നു കഴിയുകയാണ്. അബ്രഹാം ഈ പ്രാർത്ഥനയെല്ലാം പ്രാർത്ഥിക്കുകയാണ്. ഈ ലളിതമായ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അത് വളരെ പ്രയോജനകരമാകുന്നു. ഇവിടെ നമ്മൾ കാണുന്നു, ദൈവം അബ്രഹാമിന്റെ വാദഗതികളെ അംഗീകരിക്കുന്നു. അബ്രഹാം എന്ത് യാചനയാണോ മുൻപിൽ വെച്ചത്, ആൻഡ് ഗോഡ് ഈസ് റെഡി ടു ആക്സെപ്റ്റ് ദാറ്റ് റിക്വസ്റ്റ്. ആ അപേക്ഷ പരിഗണിക്കാൻ ദൈവം തയ്യാറാവുന്നു എന്നതാണ് നാം കാണുന്നത്. അബ്രഹാം ചോദിക്കുകയാണ്, 50 നീതിമാന്മാരുണ്ടെങ്കിൽ ആ ദേശത്തെ നീ രക്ഷിക്കുമോ? ദൈവം പറയുന്നു, യെസ്, രക്ഷിക്കാൻ, വിടുവിക്കാൻ. ഞാൻ ആ ദേശത്തെ തകർത്ത് കളയില്ല. 50 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ ആ ദേശത്തെ തകർത്ത് കളയില്ല. പിന്നീട് നമ്മൾ കാണുകയാണ്, ഒരു ബാർഗെയിനിങ് ആണ്, വിലപേശലാണ്, ലേലം വിളിയാണ്. 50, 45, 30, 20, 10 ലേലം വിളിയാണ്. ബെസ്റ്റ് ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയാണ്.
അബ്രഹാമിന് വലിയ ധൈര്യമൊന്നുമില്ല ഈ 50 പേര് കാണുമെന്ന്. അതുകൊണ്ട് ഇങ്ങനെ ലേലം വിളിയാണ്. പക്ഷെ ഇങ്ങനെ 50-ൽ നിന്ന് 40-ലേക്ക് വരുമ്പോ, 40-ൽ നിന്ന് 30-ലേക്കും 20-ലേക്കും 10-ലേക്കും ഒക്കെ വരുമ്പോ അബ്രഹാം പറയുന്നു, അയ്യോ, ഞാൻ പൊടിയും വെണ്ണീറുമാണേ, എനിക്കിത് ചോദിക്കാൻ കഴിവില്ലേ, ഞാൻ ദൈവത്തോട് സംസാരിച്ചല്ലോ, എന്നോട് കോപിക്കരുതേ എന്നൊക്കെ ഈ മനുഷ്യൻ ദൈവത്തോട് പറയുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും തകർന്നു പോകുന്ന ഒരു ദേശത്തിനു വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കാൻ അബ്രഹാം തയ്യാറാവുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അതിക്രമം നിറഞ്ഞൊരു ദേശത്തിന്റെ വിടുതലിനു വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കാൻ, പ്രാർത്ഥിക്കാൻ അബ്രഹാം തയ്യാറാവുന്നു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നമ്മൾ ചോദ്യം ചോദിക്കും, അബ്രഹാം ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നോ? താഴോട്ടുള്ള ഭാഗത്ത് നാം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ആ ദേശത്ത് നീതിമാന്മാരില്ലാതിരുന്നതിനാൽ ദേശം തകർക്കപ്പെടുന്നു. പ്രിയമുള്ളവരെ, ആലോചിക്കണം, എന്തായിരുന്നു ഈ സോദോമിന്റെ അതിക്രമങ്ങൾ? വേദപുസ്തകത്തിൽ പലയിടങ്ങളിലായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെരമ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, 23-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ, they walk on lies. വ്യാജം പറയുന്നവരാണ്, കള്ളം പറയുന്നവരാണ്. and they were committing adultery. വ്യഭിചാരം ചെയ്യുന്നവരാണ്. വ്യഭിചാരത്തിന് അതിർത്തികളുണ്ടോ എന്നറിയില്ല, പക്ഷേ ഉണ്ടെങ്കിൽ അതിന്റെയും അതിർത്തികളും സീമകളും ലംഘിച്ച് അഹങ്കാരപൂർവം ജീവിച്ചിരുന്നവർ. യെഹെസ്കേൽ പ്രവാചകൻ കുറച്ചുകൂടെ വിശദമായി അത് പറയുന്നുണ്ട്. 16-ാമത്തെ അധ്യായം 49-ാമത്തെ വാക്യത്തിൽ പറയുന്നു. എന്താ പറയുന്നത് അറിയാമോ? They were arrogant. അഹങ്കാരികളാണ്, ധിക്കാരികളാണ്, ആരെയും വകവയ്ക്കാത്തവരാണ് സോദോം നിവാസികൾ. യെഹെസ്കേൽ പ്രവാചകൻ പറയുന്നു 16-ാമത്തെ അധ്യായത്തിൽ, they were overfed. മലയാളാണ് കുറച്ചുകൂടെ അതിന്റെ ആഴം മനസ്സിലാക്കാൻ പറ്റുന്ന പദം. എന്താണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? തിന്ന് പുളച്ച് നടക്കുന്നവരെന്നാണ്, തീൻ പുളപ്പെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. They were overfed. They were prosperous. സമൃദ്ധിയുള്ളവരാണ്. പക്ഷെ അടുത്ത വാക്യത്തിൽ പറയുന്നു, they failed to strengthen the poor and needy. സമൃദ്ധിയുള്ളവരാണ്, പക്ഷേ എളിയവനെയും ദരിദ്രനെയും സഹായിക്കാൻ അവർ അമ്പേ പരാജയപ്പെട്ടു. സോദോമിന്റെ അതിക്രമങ്ങൾ അക്കമിട്ട് നിരത്തുകയാണ്. വ്യാജം പറയുന്നവർ, വ്യഭിചാരത്തിൽ ജീവിക്കുന്നവർ, അഹങ്കാരികൾ, ആരെയും വകവയ്ക്കാത്തവർ, തിന്നു പൊളച്ചു നടക്കുന്നവർ, സാധുക്കളെ സഹായിക്കാത്തവർ, ആ ദേശം തകർക്കപ്പെടുകയാണ്. പക്ഷേ ഇതാണ് സ്ഥിതിയെങ്കിലും ഒരു വായന നിങ്ങൾ വായിക്കാതെ പോകരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. അത് എന്താണെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം 20-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം, ചാപ്റ്റർ 20 വേഴ്സ് 19, അവിടെ പറയുന്നു, ദൈവം അബ്രഹാമിനെ ഓർത്തു, അതുകൊണ്ട് ഉന്മൂലനാശത്തിൽ നിന്ന് ലോത്തിനെ വിടുവിച്ചു എന്ന്. ദൈവം അബ്രഹാമിനെ ഓർത്തു, അതുകൊണ്ട് ലോത്തിനെ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിച്ചു. ലോത്ത് നീതിമാനാണെന്ന് എവിടെയും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ലോത്ത് നല്ലവനാണെന്ന് എവിടെയും ആരും പറഞ്ഞിട്ടുമില്ല. എന്നാൽ ദൈവം അബ്രഹാമിനെ ഓർത്തു. അബ്രഹാമിന്റെ പ്രാർത്ഥനയെ ദൈവം ഓർത്തു. അബ്രഹാമിന്റെ വിശ്വസ്തതയെ ദൈവം ഓർത്തു. അബ്രഹാമിന്റെ പ്രവർത്തികളെ ദൈവം ഓർത്തു. അതുകൊണ്ട് ദൈവം ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ ധ്യാനം അവസാനിപ്പിക്കുകയാണ്. അബ്രഹാമിന്റെ പ്രാർത്ഥന, ഇറ്റ്സ് എ മോഡൽ പ്രേയർ. ഇറ്റ്സ് എ മോഡൽ പ്രേയർ. ദേശം അതിക്രമങ്ങൾ കൊണ്ട് നിറയുമ്പോൾ, ദേശം മഹാവ്യാധി കൊണ്ട് പടരുമ്പോൾ, സങ്കടപ്പെടുമ്പോൾ
വിശ്വാസികളെ, ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ദേശം അതിക്രമങ്ങൾ കൊണ്ട് നിറയുമ്പോൾ, ദേശം തകർന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ദേശത്തിന് വേണ്ടി ഇന്റർസീഡ് ചെയ്യാൻ, മധ്യസ്ഥത അണയ്ക്കാൻ നമുക്ക് കഴിയണം. ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. എന്റെ ദേശം കപടതയിൽ, വ്യാജത്തിൽ സഞ്ചരിക്കുന്ന തലമുറകളുള്ള ദേശമാണ്. ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. എന്റെ ദേശം വ്യഭിചാരം ചെയ്ത് അധർമ്മികളായി പോകുന്ന തലമുറകളുള്ള ദേശമാണോ എന്റെ ദേശം? ഒന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. അഹങ്കാരികളായി, ആരെയും വകവയ്ക്കാതെ ധിക്കാരികളായി നടക്കുന്ന ഒരു തലമുറകളുള്ള ദേശമാണോ എന്റെ ദേശം? തിന്നു പൊളച്ച് സമൃദ്ധിയിൽ നടക്കുമ്പോ നിസ്സഹായരെയും പാവപ്പെട്ടവരെയും കാണാതെ പോകുന്ന ഒരു തലമുറയുള്ള നാടാണോ എന്റെ നാട്? ദൈവത്തിന്റെ സന്നിധിയിൽ പോയി മധ്യസ്ഥത അണയ്ക്കണം കേട്ടോ. ദൈവത്തിന്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തണം. ദൈവത്തിന്റെ സന്നിധിയിൽ താണു വീണ് പ്രാർത്ഥിക്കണം ദേശത്തിന്റെ വിടുതലിന് വേണ്ടി. ചോദ്യം ഇതാണ്: Can you be an Abraham in prayer to God? ദൈവത്തിന്റെ സന്നിധിയിൽ, പ്രാർത്ഥനയിൽ നിനക്ക് ഒരു അബ്രഹാമായി മാറാമോ എന്നതാണ് ചോദ്യം. പ്രിയമുള്ളവരെ, അതിക്രമം നിറഞ്ഞ, തിന്മ നിറഞ്ഞ സാഹചര്യങ്ങളാണ്. പക്ഷേ തകർന്നു പോകുന്ന ദേശങ്ങളെ അതിനുവേണ്ടി മധ്യസ്ഥത അണയ്ക്കാൻ ദൈവം തമ്പുരാൻ ഒരു അബ്രഹാമായി നിന്നെ വിളിക്കുന്നുണ്ട്. നീ ആ വിളി ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. And if you are willing to stand before God in prayer, God is ready to answer your prayers. ദൈവത്തിന്റെ സന്നിധിയിൽ നീ പോയി പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ ദൈവം നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി തരാൻ സദാ സന്നദ്ധനാണ്. അതുകൊണ്ട് അതിക്രമങ്ങൾ നിറഞ്ഞ, പല വ്യാധികളാൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ ദേശത്തിന്റെ വിടുതലിനു വേണ്ടി നമുക്ക് മധ്യസ്ഥത അണയ്ക്കാം. നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും. Can you be an Abraham? നിനക്ക് ഒരു അബ്രഹാമായി മാറാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ, പരിശുദ്ധാത്മാവിനാൽ നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാത്രിയുടെ ശാന്തതയിൽ നിന്റെ സന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ, ധ്യാനിക്കുവാൻ നീ ഞങ്ങൾക്ക് നൽകിയ സാവകാശങ്ങൾക്കായി സ്തോത്രം. ദേശം പല കാരണങ്ങളാൽ, അതിക്രമങ്ങളാൽ തകർന്നുകൊണ്ടേയിരിക്കുന്നു, വ്യാധികളാൽ തകർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ദേശത്തോട്, ഈ ദേശത്തിന് വേണ്ടി മധ്യസ്ഥത അണയ്ക്കാൻ ദൈവമേ നീ ഞങ്ങളെ ബലപ്പെടുത്തണമേ. നിന്റെ സന്നിധിയിൽ വന്ന് നിന്നോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ ചെവിക്കൊള്ളണമേ. ഞങ്ങളോടും, കുടുംബങ്ങളോടും, ഇടവകയോടും, ദേശത്തോടും കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, പ്രത്യേകാൽ നിന്റെ സന്നിധിയിൽ കൂടിയിരിക്കുന്ന എല്ലാ മക്കൾക്കായും സ്തോത്രം. സെന്റ് പോൾസ് മാർത്തോമ ഇടവകയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടെ ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ട അച്ഛനും, സൺഡേ സ്കൂളിനും, കുഞ്ഞുങ്ങൾക്കും, മുതിർന്നവർക്കും എല്ലാവർക്കായും ദൈവത്തിന് സ്തോത്രം. എല്ലാവരോടും കരുണ ചെയ്യണമേ. എല്ലാവരെയും കൃപയിൽ തന്നെ സൂക്ഷിക്കണമേ. ഞങ്ങളിലൂടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുവാൻ ദൈവം സംഗതി വരുത്തണമേ. ഞങ്ങൾക്ക് സൗഖ്യം അയക്കണമേ. യേശു മശീഹയുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. Thank you. God bless you all.